ജോഷ്ല, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. എന്താണ് നിലവിൽ വയനാട്ടിലെ മഴയുടെ ഒരു അവസ്ഥ? വിനിഷ, വയനാട് ആശങ്കയുണർത്തുന്ന ഒരു കാലാവസ്ഥ തന്നെയാണുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മഴ ഒരു തോരാതെ പെയ്യുന്ന ഒരു സാഹചര്യമാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് തുറക്കും. ഏകദേശം 10 മണിയോടുകൂടിയാണ് ഷട്ടറുകൾ തുറക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ഭാഗങ്ങളിലുള്ളവർ, അതായത് ഈ വെള്ളം ഒഴുകിപ്പോകാൻ ഇടയുള്ള ഭാഗങ്ങളുള്ളവർ, കുറ്റ്യാടി പുഴ വരെ ഇത് ഒഴുകാനുള്ള സാധ്യതയുണ്ട്. ഈ കരയിലുള്ള എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന പ്രത്യേക നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ ജില്ലാ കലക്ടറും നൽകിയിട്ടുണ്ട്. അത്രയേറെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. വെള്ളക്കെട്ടുകളിലോ പുഴയോരങ്ങളിലോ വയലുകളിലോ ആളുകൾ മീൻ പിടിക്കാൻ പോലും പോകരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പെരിഞ്ചേരി മല അങ്കണവാടിയിൽ 21 ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളമുണ്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുളിഞ്ഞാൽ ഭാഗത്ത് ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീടുകളിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ആശങ്ക ഉണർത്തുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആളുകളോട് എല്ലാവരോടും വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി ജില്ലാ ഭരണകൂടം, ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം പറഞ്ഞിട്ടുണ്ട്. ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണർത്തുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നത്. വിനിഷ. ശരി, ജോഷ്ലയാണ് വയനാട് ജില്ലയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമാക്കിയത്.